ഡാലസിലെ പുൽമൈതാനം ഇന്ന് ചുവപ്പും നീലയും മണിയും. ഇത് വെറുമൊരു സെമി ഫൈനലല്ല, യൂറോപ്യൻ ഫുട്ബോളിന്റെ ക്ലാസിക് പോരാട്ടമാണ്. ഒരു വശത്ത് ടിക്കി ടാക്കയുടെ പുതിയ പതിപ്പുമായി എതിരാളികളെ വട്ടം കറക്കുന്ന സ്പാനിഷ് പട, മറുവശത്ത് അതിവേഗ കൗണ്ടർ അറ്റാക്കുകളുമായി ഇരച്ചു കയറുന്ന ഫ്രഞ്ച് പടയാളികൾ. ഈ പോരാട്ടത്തിൽ ആരാധകർ ആദ്യം ഉറ്റുനോക്കുന്നത് രണ്ട് പ്രധാന മുഖങ്ങളിലേക്കാണ്. ഫ്രാൻസിന്റെ നായകൻ, ലോകത്തെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ. തന്റെ അസാധ്യ വേഗത കൊണ്ട് സ്പാനിഷ് ഡിഫൻസിനെ കീറിമുറിക്കാൻ എംബാപ്പയ്ക്കാകും. മറുഭാഗത്ത് അസാധ്യ നീക്കങ്ങളുമായി ലോകത്തെ ഞെട്ടിക്കുന്ന സ്പെയിനിന്റെ വിസ്മയം ലാമിൻ യമാൽ. എംബാപ്പയുടെ അനുഭവ സമ്പത്തോ അതോ യമാലിന്റെ യുവത്വത്തിന്റെ പ്രസരിപ്പോ എന്ന് കണ്ടറിയണം. ഇവർക്ക് പുറമെ സ്പാനിഷ് നിരയിൽ മധ്യനിര നിയന്ത്രിക്കുന്ന റോഡ്രിയും കളിമെനയുന്ന പെഡ്രിയുമുണ്ട്. മറുവശത്ത് ഫ്രാൻസിന്റെ കോട്ടകാക്കാൻ കരുത്തനായ ഡിഫൻഡർ സാലിബയും അറ്റാക്കിലേക്ക് പന്തെത്തിക്കാൻ ഒലീസയും സ്പാനിഷ് ഗോൾമുഖം വിറപ്പിക്കാൻ ഉസ്മാൻ ഡെംബലയുമുണ്ട്. ചരിത്രത്തിൽ ഇതിനകം 38 തവണ ഇവർ നേർക്കുനേർ വന്നിട്ടുണ്ട്. അതിൽ 18 ജയങ്ങളുമായി സ്പെയിൻ മുന്നിലാണെങ്കിൽ 13 വിജയങ്ങളോടെ ഫ്രാൻസ് തൊട്ടു പിന്നിലുണ്ട്. ഒടുവിൽ കളിച്ച നേഷൻസ് ലീഗിലും യൂറോ കപ്പിലും സ്പെയിനിനൊപ്പമായിരുന്നു വിജയം. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് ഇത് വെറുമൊരു മത്സരമല്ല, പകരം വീട്ടലിന്റെ പോരാട്ടം കൂടിയാണ്. പന്ത് കൈവശം വെച്ച് കളിക്കുന്നതാണ് സ്പെയിനിന്റെ ശൈലിയെങ്കിൽ അതിവേഗ കൗണ്ടർ അറ്റാക്കുകളാണ് ഫ്രാൻസിന്റെ വജ്രായുധം. പ്രതിരോധത്തിൽ പലപ്പോഴും വരുന്ന ചെറിയ പിഴവുകളാണ് സ്പെയിനിന്റെ ദൗർബല്യം. അതേസമയം മിഡ്ഫീൽഡിൽ ചിലപ്പോഴൊക്കെ കാണിക്കുന്ന അലസത ഫ്രാൻസിനും തലവേദനയാണ്. ആരാകും ഇന്ന് ഡാലസിൽ ഈ കുറവുകളെല്ലാം മറികടന്ന് ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കുന്നത്? തന്ത്രങ്ങളുടെ ആശാൻ ഫ്യുവന്റെയോ അതോ കിരീടങ്ങൾ നേടി ശീലിച്ച ദശാംസോ? കാത്തിരുന്ന് കാണാം. വേൾഡ് കപ്പ് ഡെസ്ക്, മീഡിയ 1.